ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. അനൂപ് നസീറിനോട് പറയുക, നീ എന്തുവാ ഭീഷണിപ്പെടുത്തുവാണോ? ഇടാ, ഭീഷണി എന്നൊക്കെ പറയുന്ന പഴയ വാക്കല്ലിയോടാ. നൂർജഹാന് വേണ്ടിയേ ഞാൻ ഏതറ്റം വരെ പോവും. അതുകൊണ്ടിടാ, നിന്നോട് ഞാൻ പറയുക, ഇറച്ചിയിൽ മണ്ണ് പറ്റാതെ ഒഴിഞ്ഞു പോകാൻ നോക്കടാ. നിന്നെ ഇനി ഈ പരിസരത്ത് കണ്ടുപോയേക്കരുത്. കണ്ടാൽ പിന്നെ ഇങ്ങനെ ആയിരിക്കല്ലേ ഈ നസീർ പെരുമാറുന്നത്. അത് കേട്ടിട്ട് അനൂപ് അവനെ അങ്ങ് കളിയാക്കി ചിരിക്കുവാണ്. നിന്റെ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായടാ. നീ എന്നെ അളക്കുവാണല്ലേ. നീ ചിരിച്ചതേ നിനക്കെന്നെ ശരിക്കും അറിയാഞ്ഞിട്ടാ. അവളെ നിയന്ത്രിക്കേണ്ട ആളാ അവിടെ തല തകർന്ന് ആശുപത്രി കിടക്കുന്നത്. ഇനി അവിടെ കാര്യങ്ങൾ നോക്കുന്നത് എൻ്റെ അമ്മയും ഞാനും കൂടാ. അതുകൊണ്ട് നീ എന്നെ ക്രിമിനലാക്കല്ലേ. അവൾക്ക് വേണ്ടി, അവളെ എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു കൊല നടത്താൻ പോലും ഞാൻ തയ്യാറാ. അതൊക്കെ നീ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇവിടെ വന്നിങ്ങനെ നിൽക്കാൻ. അനൂപ് ചിരിച്ചോണ്ട് പറയുക, നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് നീ പറഞ്ഞത്, അതിരിക്കട്ടെ. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിന്നെപ്പോലെ ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് നിനക്കറിയാവോ? ഞാനൊരു ഫീരുവല്ല എന്ന് പറഞ്ഞിട്ടൊരു വലിയ യോദ്ധാവിനെ പോലെ നെഞ്ചും മിരിച്ച് നമ്മുടെ അനൂപങ്ങ് നടന്നു പോവുകയാണ്. വിഷ്ണു വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ വാതിക്കലൊരു ചായ ഗ്ലാസ് ഇരിക്കുന്നു. ഈ വഴിയിൽ ഈ ഗ്ലാസ് വെച്ച ആരെങ്കിലും പൊട്ടിക്കില്ലേ? അച്ഛാ അച്ഛാന്ന് വിളിച്ച് വിഷ്ണു അകത്തോട്ട് കയറി പോവുകയാണ്. സത്യാമ്മയും പൊന്നിയൊക്കെ പലഹാരം ഉണ്ടാക്കുവാണ്. സത്യാമ്മ ഇങ്ങനെ ഉണ്ണിയപ്പം കോരി ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു വന്നിട്ട് ചോദിക്കുന്നു, അമ്മേ അച്ഛൻ എന്തിയേ? അച്ഛന് ചായയൊക്കെ കൊടുത്ത് പലഹാരവും കൊടുത്തേണ്ട വാതക്കൽ ഇരിപ്പുണ്ട്. നിനക്ക് ചായ എടുക്കട്ടെ? പെട്ടെന്ന് വിഷ്ണു അവിടെ ഇരിക്കുന്ന ഉണ്ണിയപ്പമൊക്കെ എടുത്ത് തിന്നുവാണ്. ഇനി നിൻ്റെ അച്ഛന് വൈകിട്ട് ചായ കൊടുത്താൽ മതി. അല്ലാതെ ചോദിക്കുമ്പോഴൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചായ ഇട്ട് കൊടുക്കാറുണ്ട്. അതിന് അച്ഛൻ്റെ ചായ വാതക്കൽ ഇരിക്കുന്നുണ്ടല്ലോ, എന്നാലത് കുടിച്ച് കാണത്തില്ല. പഴയ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് വലിയ ബഹളമായിരുന്നു. ആ ബഹളം ഒന്ന് നിർത്താൻ വേണ്ടിയാണ് ഞാൻ ചായ കൊണ്ട് കൊടുത്തത്. അയ്യോ, എന്നിട്ട് ഞാനിങ്ങോട്ട് വന്നപ്പോൾ അച്ഛനെ കണ്ടില്ലല്ലോ. പാതി കുടിച്ച ചായ മാത്രമാണല്ലോ അവിടെ ഇരുന്നത്. അയ്യോ, പിന്നെ രാഘവേട്ടൻ എങ്ങോട്ട് പോയി? അമ്മ, ഞാൻ അമ്മയോട് പ്രത്യേകം പറഞ്ഞതല്ലേ അച്ഛനെ ശ്രദ്ധിക്കണമെന്ന്. എൻ്റെ അമ്മ, അച്ഛൻ്റെ രോഗാവസ്ഥ കൂടിക്കൊണ്ട് വരുക. ഞാനിനി എങ്ങനെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ഇനി എവിടെ പോയി ഞാൻ പുറത്ത് അന്വേഷിക്കും? എടാ, നീ ബഹളം വെക്കാതെ അവിടെ എവിടെയെങ്കിലും ഒന്ന് നോക്കടാ. അമ്മ ഇവിടെ കിടന്നേ ഉണ്ണിയപ്പവും കുഴലപ്പവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നോ? അച്ഛനെ നോക്കണ്ട. അച്ഛനത് എവിടെ പോയോ? അച്ഛാ അച്ഛാ എന്നും പറഞ്ഞ് വിഷ്ണു രാഘവേട്ടനെ അവിടെയൊക്കെ അന്വേഷിക്കുവാണ്. സത്യാമ്മയും വിഷ്ണുവും രാഘവേട്ടനെ അവിടെ എല്ലാം അന്വേഷിക്കുവാണ്. ദൈവമേ, എന്നാലും ഈ മനുഷ്യനെ എങ്ങോട്ട് പോയി? ചായയും മുഴുക്ക കുടിച്ചിട്ടില്ലല്ലോ. അമ്മേ, സത്യം പറ, അമ്മ വല്ല വഴക്കും പറഞ്ഞായിരുന്നോ? എടാ, ഞാനൊന്നും പറഞ്ഞില്ലടാ. നമ്മുടെ ആ പഴയ വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് കൊച്ചു കുട്ടികളെ പോലെ കിടന്ന് നിർബന്ധം പിടിച്ച്. അപ്പോൾ പോകരുതെന്നേ ഞാൻ പറഞ്ഞോളൂ. അതിനെന്നോട് ദേഷ്യപ്പെടുകയും ചെയ്ത്. എടാ വിഷ്ണു, ഇനി നമ്മുടെ പഴയ വീട്ടിലോട്ടെങ്ങാനും പോയിട്ടുണ്ടാവുമോ? അമ്മേ, അച്ഛൻ്റെ ഓർമ്മക്കുറവും അച്ഛൻ്റെ രോഗാവസ്ഥയൊക്കെ അറിയാവുന്ന അമ്മയ്ക്ക് എന്തുകൊണ്ട് അച്ഛനെ ഒന്ന് ശ്രദ്ധിച്ചുകൂടാ? ഞാനൊരു ഓട്ടോറിക്ഷ എടുത്തിട്ട് ഓട്ടം പോകാതെ ഇവിടെ ഇരുന്നാലേ ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ ആര് നോക്കും? പൊന്നി അകത്തും പരിസരവും എല്ലാം നോക്കിയിട്ട് വന്ന് പറയുന്ന സത്യാമ്മ ഇവിടെ എങ്ങും കാണാനില്ല. ദൈവമേ, ഞാനിനി എവിടെ ചെന്ന് ആരോട് അന്വേഷിക്കാൻ? എന്ത് പറഞ്ഞാലും നിങ്ങളൊന്നും കേൾക്കത്തില്ലല്ലോ എന്നും പറഞ്ഞ് വിഷ്ണു ഫോൺ ചെയ്യുവാണ്. നീ ആരെയാടാ വിളിക്കുന്നത്? അത് ശാലിനിയെ. എന്താ വിഷ്ണുവേട്ടാ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നത്, അച്ഛനെ കാണാനില്ല ശാലിനി. ഇവിടെ ചായയും കുടിച്ചോണ്ടിരുന്നതാ, പിന്നെ എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. പഴയ വീട്ടിലോട്ട് പോകണമെന്നും പറഞ്ഞ് അമ്മയോട് വഴക്കിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് എനിക്കൊന്നും അറിയില്ല. ഇനിയിപ്പോൾ അങ്ങോട്ടെങ്ങാനും പോയിട്ടുണ്ടാവുമോന്നോ എനിക്ക് സംശയം. വിഷ്ണുവേട്ടൻ ടെൻഷനാകാതെ. ചിലപ്പോൾ അങ്ങനെ ആകാനേ സാധ്യതയുള്ളൂ. പിന്നെ അച്ഛൻ എങ്ങനെ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. എന്തായാലും വിഷ്ണുവേട്ടൻ അങ്ങോട്ട് ചെല്ല്. ഉടനെ തന്നെ ഞാനും അവിടെ എത്താം. അമ്മേ, ഞാൻ പഴയ വീട്ടിലോട്ടൊന്ന് പോയിട്ട് വരട്ടെ. അച്ഛൻ അവിടെ ഉണ്ടാകാനാണ് സാധ്യത എന്നും പറഞ്ഞ് വിഷ്ണു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോവാണ്. സത്യാമ്മ അവിടെ ഒന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവമേ, സുഖമില്ലാത്ത ആളാണേ, ഒരാപത്തും വരുത്തല്ലേ. കുടുംബശ്രീ ഹോട്ടലിൽ ശാരദാമ്മ ഇന്ന് പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. അനൂപ് അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ മോനെ അവിടെ തന്നെ നിന്നേ? കയറി വാ. അനൂപ് പറയുന്നു, അല്ല, പണിയൊക്കെ ഇപ്പോൾ ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? എന്ത് പറയാനാ, ഞാൻ ഒറ്റയ്ക്കായെന്ന് തന്നെ അങ്ങ് പറയാം. ഒരാളെനിക്ക് സഹായത്തിനുണ്ട്. ഇവിടെ ഇപ്പോൾ തിരക്ക് കുറഞ്ഞപ്പോഴേ അവൾ വീട്ടിലോട്ടൊന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞ് പോയി. മോനിരിക്ക്, ഞാൻ ചായ എടുക്കാം. അയ്യോ, ചായയൊന്നും വേണ്ട, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാനായിട്ട് വന്നതാ. നീ ആദ്യം ഒന്ന് ഇരിക്കടാ, എന്നിട്ട് ഇരുന്നിട്ട് സംസാരിക്കാമല്ലോ. അനൂപ് ഇങ്ങനെ മൗനമായിട്ടിങ്ങനെ നിൽക്കുവാണ്. എങ്ങനെ പറയണം, എവിടെ തുടങ്ങണം എന്നൊന്നും അറിയാതെ അനൂപ് ഇങ്ങനെ ഇരിക്കുന്നത് ശാരദാമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. ശാരദാമ്മയ്ക്കും ചിരി വരുന്നുണ്ട്. എന്താ കാര്യം? അതിപ്പം എങ്ങനാ ശാരദാമ്മ ഞാനൊന്ന് പറഞ്ഞു തുടങ്ങുന്നത്? അത് നിൻ്റെ വരവും ഇരിപ്പും ഒക്കെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എന്താടാ, നിൻ്റെ കല്യാണക്കാര്യം വല്ലത് വേണോ? ഓ, ദാണ്ട ശാരദാമ്മ സസ്പെൻസ് അങ്ങ് പൊളിച്ചു.
എടാ അനൂപേ, വിവാഹപ്രായമായ ആമ്പിള്ളാരെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ പരുങ്ങി നിൽക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും. അതൊക്കെ ഇരിക്കട്ടെ, ഏതാ പെണ്ണ്? നമ്മുടെ കൂട്ടരാണോ? അത് തന്നെയാ ശാരദാമ്മയെ വിഷയം. അന്ന് ഞാനിവിടെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയില്ലേ നൂർജഹാൻ, ആ കുട്ടിയാ. ശാരദാമ്മ അങ്ങ് ഞെട്ടിപ്പോയി. എടാ അനൂപേ, അത് വേണ്ട ശാരദാമ്മ മുടക്കം ഒന്നും പറയരുത്. എന്നെ മനസ്സിലാക്കുന്ന ഒരേ ഒരാളാണ് എൻ്റെ ശാരദാമ്മ. അതുകൊണ്ടാണ് ഞാൻ ശാരദാമ്മയുടെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞത്. അനൂപ് ശാരദാമ്മയൊന്ന് സോപ്പിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ശാരദാമ്മയോട് എനിക്ക് അത്രയ്ക്ക് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടല്ലേ ഞാൻ നേരെ എൻ്റെ ശാരദാമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞത്. ശാരദാമ്മയുടെ കൈക്ക് കയറി പിടിച്ചിട്ട് പറയുന്നത്, ഞാൻ എൻ്റെ അമ്മയേക്കാൾ കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് എൻ്റെ ശാരദാമ്മ. അത് മോനെ, ഇത് വലിയ കുഴപ്പം പിടിച്ച കാര്യമാണ്. കൂട്ടിയോജിപ്പിച്ചെടുക്കാനേ വലിയ പ്രയാസമായിരിക്കും. മനസ്സുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് അടുത്ത് പോയി. ഇനി പിരിയാൻ പറയല്ലേ, അത് ഞങ്ങൾക്ക് പറ്റില്ല ശാരദാമ്മേ. ഇതൊന്നും എൻ്റെ അമ്മയുടെ അടുത്തെങ്ങാനും പോയി പറയാൻ പറ്റുമോ? പറഞ്ഞാൽ തന്നെ അമ്മ ഇത് വല്ലതും സമ്മതിക്കുമോ? നിൻ്റെ അമ്മ സമ്മതിക്കത്തില്ലെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. നിന്നെക്കുറിച്ച് അവളുടെ മനസ്സിൽ ഒരുപാട് വലിയ വലിയ ചിന്തകളാണ്. എടാ മോനെ, നിൻ്റെ അച്ഛനെ അറിയിക്കണ്ടേ? എവിടാന്ന് വെച്ചാ ശാരദാമ്മേ? ശാരദാമ്മയ്ക്ക് അറിയാവുന്നതല്ലേ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ? മക്കളെ നോക്കുകയോ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയോ എന്തെങ്കിലും അച്ഛൻ ഇതുവരെ ചെയ്തിട്ടുണ്ടോ? അച്ഛൻ അച്ഛൻ്റെ ഇഷ്ടത്തിനല്ലയോ ജീവിക്കുന്നത്? നാട് ചുറ്റുന്നു, കണ്ട അമ്പലങ്ങളെല്ലാം കയറി നടക്കുന്നു. ഇതൊക്കെ അച്ഛൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അച്ഛൻ ജീവിക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും മോനെ, ആ സ്ഥാനം നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. അച്ഛൻ അച്ഛൻ്റെ കടമകളൊക്കെ മറക്കുന്നതായിരിക്കും, പക്ഷേ നീ നിൻ്റെ കടമ മറക്കരുത്. ഇതൊക്കെ അച്ഛനെ ഞാൻ ന്യായീകരിക്കുവാണെന്ന് നീ പറയരുത്. പിന്നീട് നിനക്കതൊരു വേദനയായി മാറാതിരിക്കാൻ വേണ്ടിയാ ശാരദാമ്മ ഇത് പറഞ്ഞത്. അപ്പോൾ ശാരദാമ്മയുടെ വീട്ടിലോട്ട് ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ഓട്ടോറിക്ഷയിൽ നിന്ന് രോഹിത്താണ് ഇറങ്ങുന്നത്. രോഹിത്താണല്ലോ, പതിവില്ലാതെ ഇവൻ എന്താ ഇങ്ങോട്ട് എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ രോഹിത്ത് പെട്ടെന്ന് രാഘവേട്ടനെ ആ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ അച്ഛാ എന്നും പറഞ്ഞ് ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട്. അയ്യോ, രാഘവേട്ടനെയും കൊണ്ടാണല്ലോ വരുന്നത്, അപ്പോഴെന്തോ കാര്യമുണ്ടല്ലോ എന്നും പറഞ്ഞ് ശാരദാമ്മ അങ്ങോട്ട് ഓടിച്ചെല്ലുവാണ്. ആ രാഘവേട്ടൻ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ടും ഒരു കൊച്ചു കുട്ടിയെപ്പോലെ നിർബന്ധം പിടിക്കുവാണ്. എന്താ രാഘവേട്ട, എന്തു പറ്റി എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ രോഹിത്ത് പറയുന്നു, പഴയ വീട്ടിൽ പോകാൻ വേണ്ടി റോഡിൻ്റെ നടുക്ക് നിൽക്കുമായിരുന്നു. ഞാൻ കണ്ടതുകൊണ്ട് ഭാഗ്യമായി, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും നടന്നു പോയാനെ. രാഘവേട്ട, എന്തൊക്കെയായി കേൾക്കുന്നത്? ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇറങ്ങി നടക്കാവോ? രാഘവേട്ടൻ വെറും കൊച്ചു കുട്ടികളെ പോലെയാണ് പെരുമാറുന്നത്. അതെ, എനിക്ക് എൻ്റെ വീട്ടിലൊന്ന് പോകണം. ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു തീർക്കാനുണ്ടേ. ഇങ്ങനെയൊന്നും പോയാൽ പറ്റില്ല. ഞാനെന്നാൽ എൻ്റെ വീട്ടോട്ട് പോട്ടെ എന്നും പറഞ്ഞ് വീണ്ടും രാഘവേട്ടൻ നടക്കാൻ പോവാണ്. രാഘവേട്ടൻ അവിടെ നിന്ന് നിന്നേ, ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, വന്നേ അകത്തോട്ടൊന്ന് കയറിയിരുന്നേ എന്നും പറഞ്ഞ് ശാരദാമ്മ നിർബന്ധിച്ച് രാഘവേട്ടനെ അകത്തോട്ട് കൊണ്ടുപോവുക. രോഹിത്തിന് ഒരുപാട് മനംമാറ്റം വന്ന പോലെയാണ് സംസാരിക്കുന്നത്. എനിക്കിപ്പോൾ സത്യാമ്മ എവിടെ താമസിക്കുന്നതെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയേനെ. അതെന്താടാ, നമ്മൾ താമസിക്കുന്ന വീട് നിനക്കറിയത്തില്ലയോ? എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ആക്കിയാൽ മതി എന്ന് വീണ്ടും രാഘവേട്ടൻ പറയുക. ഏതായാലും വലിയ അപകടത്തിലൊന്നും ചെന്ന് ചാടിയില്ലല്ലോ. രാഘവേട്ടൻ ഇരിക്കും, ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞ് ശാരദാമ്മ ചായ എടുക്കുവാണ്. എനിക്കെൻ്റെ വീട്ടിൽ പോകണം എന്നും പറഞ്ഞ് രാഘവേട്ടൻ ബഹളം വെക്കുവാണ്. ശാരദാമ്മ എളുപ്പം 2 ഗ്ലാസ് ചായ കൊണ്ടുവന്ന് ഒന്ന് രാഘവേട്ടനും ഒന്ന് രോഹിത്തിനും കൊടുക്കുവാണ്. രോഹിത്ത് ഇങ്ങനെ വിഷമിച്ച് തല കുനിഞ്ഞ ചായ മേടിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ശാരദാമ്മേ എന്നും പറഞ്ഞ് അനൂപ് അവിടുന്ന് പോവുകയാണ്. ശാരദാമ്മ ഓടിച്ചെന്നിട്ട് പറയുന്നു, എടാ അനൂപേ, ഈ കാര്യത്തിൽ ഇടപെടാൻ പറ്റിയത് നിൻ്റെ ചേച്ചി ശാലിനി തന്നെയാണ്. ശാലിനിയോട് സംസാരിച്ചിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. വിഷ്ണു അവരുടെ പഴയ വീട്ടോട്ട് വന്നിരിക്കുവാണ്. ദൈവമേ, അച്ഛൻ ഇവിടെ തന്നെ കാണണേ എന്നും പറഞ്ഞ് അച്ഛാന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണു അതിനകത്തോട്ട് കയറി പോവാണ്. കതക് പൂട്ടിയിരിക്കുന്നതുകൊണ്ട് വിഷ്ണുവിന് അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. വിഷ്ണു ആ പുറത്തെല്ലാം കിടന്ന് നോക്കുവാണ്. അച്ഛാന്ന് വിളിക്കുമ്പോഴേക്കും ശാലിനി അവിടെ എത്തിക്കഴിഞ്ഞു. എന്താ വിഷ്ണുവേട്ടാ, എൻ്റെ ശാലിനി ഇവിടേക്ക് വരുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ ഇവിടെ കാണുമെന്ന്. ഇപ്പോഴിനി ഞാൻ എവിടെ പോയി അന്വേഷിക്കും? നമുക്ക് എവിടെ ആയാലും അച്ഛനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ എവിടെങ്കിലും പോയിട്ടുണ്ടോ എന്നുകൂടെ നോക്കാം. അച്ഛൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയ്ക്ക് അച്ഛൻ എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ശാലിനി, ഞാൻ അമ്മയോട് പ്രത്യേകം പറഞ്ഞതാ, അച്ഛൻ്റെ അസുഖ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛനെ ശ്രദ്ധിക്കാതെ അമ്മ എന്താ കാണിച്ചത്? അങ്ങനെ അമ്മയെ പറഞ്ഞ് കുറ്റപ്പെടുത്താൻ പറ്റുമോ വിഷ്ണുവേട്ട? അമ്മയ്ക്ക് വില്ലേ 100 കൂട്ടം കാര്യങ്ങൾ. അതിനിടയ്ക്ക് പക്ഷേ അമ്മയ്ക്ക് അച്ഛനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ആർക്ക് വേണ്ടിയാ ശാലിനി അമ്മയെ കഷ്ടപ്പെടുന്നത്? ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാ? അച്ഛൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയെന്ന് അമ്മയോട് പറഞ്ഞ് അമ്മ കേൾക്കത്തില്ല.
ഇതെല്ലാം എൻ്റെ അമ്മയുടെ പിടിവാശി കൊണ്ട് സംഭവിച്ചതാ. വിഷ്ണുവേട്ട, സംസാരിച്ചു നിന്ന് സമയം കളയണ്ട. വന്നേ, നമുക്ക് അച്ഛനെ തിരക്കാം. നമ്മൾ ഈ നഷ്ടപ്പെടുത്തുന്ന ഓരോ നിമിഷങ്ങൾക്കും വിലയുള്ളതാ വിഷ്ണുവേട്ട. അങ്ങനെ ശാലിനിയും വിഷ്ണുവും കൂടെ രാഘവേട്ടനെ തിരഞ്ഞ് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ശാലിനിയുടെ ഫോണിലോട്ട് ശാരദാമ്മ വിളിക്കുന്നുണ്ട്. എന്താ അമ്മേ? ഇടി മോളെ, രാഘവേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്ത്, അച്ഛനവിടെ വന്നെന്നോ? അല്ല അമ്മേ, അച്ഛൻ അവിടെ എങ്ങനെ എത്തി? രോഹിത്ത് വഴി വെച്ച് കണ്ടപ്പോൾ അങ്ങനെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്നതാ. രോഹിത്ത് ഇവിടെ ഉണ്ട്. അമ്മ ഏതായാലും ഇപ്പം വിളിച്ചു പറഞ്ഞത് ഭാഗ്യം. ഞങ്ങൾ അച്ഛനെ തിരക്കി പോവുമായിരുന്നു. ഞങ്ങളിപ്പം അങ്ങോട്ട് വരാമേ. അച്ഛനവിടെ നിന്ന് പോകാതെ അമ്മ നോക്കണേ. വിഷ്ണു ഉടനെ സത്യാമ്മയെ വിളിച്ച് പറയുന്നുണ്ട്, അച്ഛനെ കണ്ടമ്മേ, ഞാൻ അച്ഛനുമായിട്ട് അങ്ങോട്ട് വരാം. ഇടാ മോനെ, അച്ഛൻ ഇങ്ങനെ എപ്പോഴും വെളിയിലോട്ട് ഇറങ്ങിപ്പോകാതിരിക്കാൻ അച്ഛനെ നോക്കാൻ ഒരാളെ വെക്കണം. എനിക്ക് വയ്യ ഓടിപ്പാഞ്ഞ് നടക്കുന്ന ആളിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ. അല്ലെങ്കിൽ തന്നെ ഇവിടെ 100 കൂട്ടം പണിയാണ് എനിക്കുള്ളത്. പിന്നായി ഓടി നടക്കുന്ന ആളിൻ്റെ പുറകിന് പോകാൻ പറയുന്നത്. നീയേ ആ പെട്ടെന്ന് ആ മനുഷ്യനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വാ. സത്യാമ്മയുടെ സ്വഭാവത്തിൻ്റെ മാറ്റം നോക്കിക്കേ. പാവം രാഘവേട്ടൻ്റെ വിയർപ്പൊഴുക്കി സമ്പാദിച്ച സമ്പാദ്യങ്ങളെല്ലാം നശിപ്പിച്ചിട്ട് സത്യാമ്മയുടെ അഹങ്കാരത്തിന് ഇപ്പോഴും ഒരു കുറവുമില്ല. വിഷ്ണു ശാലിനിയോട് പറയുന്നു, അമ്മ വലിയ ദേഷ്യത്തിലാണ്. ഇന്നിനി അച്ഛനോട് വലിയ പൂരമായിരിക്കും. അച്ഛനിപ്പോൾ എവിടെ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞില്ല. അതുകൂടെ അറിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട. ശ്യാമ സ്കൂളിൽ നിന്ന് മക്കളെ രണ്ടുപേരെയും വിളിച്ച് ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് വരുവാണ്. സത്യയും പപ്പി ഓടി വന്ന് ശാരദാമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. സത്യ പറയുന്ന, ദോണ്ട പപ്പി അച്ചാച്ചൻ. രാഘവേട്ടനെ കണ്ടതും കുഞ്ഞുങ്ങൾ രണ്ടുപേരും അച്ചച്ചാന്നും പറഞ്ഞ് ഓടി ചെല്ലുന്നുണ്ട്. അച്ചച്ചനിതെപ്പോൾ വന്ന്? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി മക്കളെ. രാഘവേട്ടനും ഭയങ്കര സന്തോഷം കൊച്ചുമക്കളെ കണ്ടപ്പോൾ. ശ്യാമ ചോദിക്കുന്നു, അമ്മേ, രോഹിത്തും അച്ഛനും? അത് രാഘവേട്ടൻ വഴി നിൽക്കുന്ന കണ്ടോണ്ട് രോഹിത്ത് കൂട്ടിക്കൊണ്ട് വന്നതാ. ശാരദാമ്മ കൊച്ചുമക്കളോട് പറയുന്നത്, നമുക്ക് വല്ലതും കഴിച്ചിട്ട് വന്നാലോ, അച്ചച്ചനെ ഇപ്പോഴെങ്ങും വിടത്തില്ല എന്നും പറഞ്ഞ് ശാരദാമ്മ അവിടുന്ന് കുഞ്ഞുങ്ങളുമായിട്ട് പോവുകയാണ്. രോഹിത്തും ശ്യാമയും കൂടെ സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ശാരദാമ്മ മക്കളെ അവിടുന്ന് മാറ്റിക്കൊണ്ട് പോകുന്നത്. ശാരദാമ്മ വന്നിട്ട് ശ്യാമയോട് പറഞ്ഞു, ശ്യാമേ, നീ ഇങ്ങനെ ഇവിടെ നിൽക്കാതെ പോയി രോഹിത്തിനോട് എന്തെങ്കിലും സംസാരിക്കുക. രോഹിത്ത് ശ്യാമയെ സങ്കടവും ദയനീയമായ രീതിയിലാണ് നോക്കുന്നത്. ശ്യാമയും വന്ന് രോഹിത്തിനെ നോക്കിയിട്ട് രാഘവേട്ടനോട് പോയി സംസാരിക്കുവാണ്. രാഘവേട്ടൻ ശ്യാമയോട് ചോദിക്കുന്നു, മോളെ, നിനക്ക് സുഖമാണോ? ആരുമില്ലാത്തവർക്കും ജീവിക്കേണ്ടേ അച്ഛാ, ചാവാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ രോഹിത്തിനെ നോക്കിയാണ് ശ്യാമ പറയുന്നത്. പിന്നെ ആരൊക്കെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും തോറ്റുകൊടുക്കുന്ന മനസ്സല്ലല്ലോ ഈ ശ്യാമയ്ക്ക്. അച്ഛൻ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ? ഉണ്ട് മോളെ, എന്നാലും ചില സമയത്ത് എല്ലാം അങ്ങ് മറന്നു പോവുക. ചിലപ്പോൾ ഓർമ്മ വരുമായിരിക്കും. മുന്നോട്ടുള്ള ജീവിതത്തിന് അങ്ങനെ ഒരു പ്രതീക്ഷയെങ്കിലും ഉണ്ടാകട്ടെ. ഞാൻ കുട്ടികളുടെ ഈ ബാഗൊക്കെ ഒന്ന് അകത്ത് വെച്ചിട്ട് വരാച്ച എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെ നോക്കിയിട്ട് ശ്യാമ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. രോഹിത്ത് ഒരു പുതിയ മനുഷ്യനായെന്ന് തോന്നുന്നു. വളരെ സഹതാപവും സങ്കടത്തോടുകൂടി ശ്യാമയെ നോക്കിയിട്ട് ശ്യാമേ എന്ന് വിളിക്കുവാണ് രോഹിത്ത്. അപ്പോൾ ഫ്രണ്ട്സ്, രോഹിത്ത് അവൻ്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി ശ്യാമയോട് ക്ഷമ പറഞ്ഞ് പപ്പിമോളെ സ്വന്തം മകളായിട്ട് തന്നെ സ്വീകരിക്കുകയും പഴയതുപോലെ തന്നെ അവരെല്ലാവരും ഒന്നിച്ച് ആ വീട്ടിലോട്ട് തന്നെ താമസം മാറുമെന്നൊക്കെയുള്ള പ്രതീക്ഷയോടെ അടുത്ത റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.